വിദ്യാർത്ഥി. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ലോകത്തിന് സംഭാവന നൽകിയത് അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ പ്രശസ്തരായ പ്രമുഖ വ്യക്തിത്വങ്ങളെയാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയാകാൻ പോവുകയാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയും കൊണ്ടോട്ടി കുമ്മിണിപ്പറമ്പ് സ്വദേശി അബ്ദുൽ ഗഫൂർ റഷീദ ദമ്പതികളുടെ മകനുമായ ഷിബിലി അൻവർ. നിങ്ങൾ ചോദിക്കുന്ന ഏത് തീയതിയുടെയും ദിവസം ഷിബിലി പറയും, അതും 5 സെക്കൻഡിനുള്ളിൽ. പ്രത്യേക സൂത്രവാക്യം ഉപയോഗിച്ചാണ് ഷിബിലി ദിവസങ്ങൾ പറയുന്നത്. ഏത് തീയതി ചോദിച്ചാലും ദിവസം പറയുമെന്ന് പറഞ്ഞതോടെ ഉത്തരം മുട്ടിക്കാനുള്ള ചോദ്യമെന്നോണം 110,77,50,300 ഓഗസ്റ്റ് 1 ഏത് ദിവസമായിരിക്കുമെന്ന് ചോദ്യം ചോദിച്ചത്. ചോദ്യം തീരുന്നതിന് മുമ്പ് തന്നെ ഉത്തരം വന്നു. അന്നൊരു ബുധനാഴ്ചയായിരിക്കും. കൗതുകമായ മറുപടി ഏവരെയും അത്ഭുതപ്പെടുത്തുന്നു. ലോകത്ത് ആരുടെയും ജനന തീയതി പറഞ്ഞാലും അവരുടെ ജനിച്ച ദിവസം നിമിഷങ്ങൾക്കകം കൊണ്ട് തന്നെ ഷിബിലി പറയും. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 1990 മെയ് 20. അത് ഏത് ദിവസമാണെന്ന് പറയാം? ഞായറാഴ്ച. കണക്കിൽ മിടുക്കനായ ഷിബിലി ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കണക്കിലെ കളി ആരംഭിക്കുന്നത്. 2010 മുഴുവൻ ദിനങ്ങളും മനഃപാഠമാക്കാനുള്ള ഗണിതശാസ്ത്ര സൂത്രം ഹൃദ്യസ്ഥമാക്കിയാണ് ഷിബിലി ശ്രദ്ധേയമാകുന്നത്. തുടർന്ന് ഇതേ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് തൊട്ടു മുന്നിലെയും പിന്നിലെയും വർഷങ്ങളിലെ ദിവസങ്ങൾ കൂടി സ്വായത്തമാക്കി. എല്ലാവിധ പിന്തുണയുമായി സഹപാഠികളും അധ്യാപകരും കുടുംബവും പിന്തുണ നൽകിയതോടെ ഷിബിലി മുന്നേറി. ആദ്യമൊക്കെ ഉത്തരം പറയാൻ സമയമെടുക്കുമെങ്കിൽ ഇപ്പോൾ ചോദ്യം ചോദിച്ച് 5 സെക്കൻഡിനുള്ളിൽ ഉത്തരം പറയും. കഴിഞ്ഞ ഏപ്രിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഷിബിലി തന്റെ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. നിലവിൽ സമാന മേഖലയിൽ ഏഷ്യൻ റെക്കോർഡ് ഒരു മലയാളിക്കാണ്. 48 സെക്കൻഡ് കൊണ്ടാണ് അദ്ദേഹം ഉത്തരം നൽകുന്നത്. എന്നാൽ 5 സെക്കൻഡ് കൊണ്ട് ഉത്തരം നൽകുന്ന ഷിബിലി ഈ റെക്കോർഡ് മറികടന്ന് ലോക റെക്കോർഡിലേക്ക് നടന്നു കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളെ ലോകത്തിന് സമ്മാനിച്ച ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പുതിയ പ്രതിഭ കൂടി ഉയർത്തി നിൽക്കുകയാണ് ലോകത്തിന്റെ ഭൂപടത്തിൽ സാന്നിധ്യം അറിയിക്കാൻ. ഇനി ഷിബിലി അൻവറിന് വേണ്ടത് നാട്ടുകാരുടെയും ജനങ്ങളുടെയും പിന്തുണയാണ്. തിരുവങ്ങാടിയിൽ നിന്ന് ജംഷീർ കെ കൊടിഞ്ഞി, വെട്ടം ന്യൂസ്.